So here you can see, ഇവിടെ നമുക്ക് നോക്കാം, അങ്ങനെ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ നമ്പേഴ്സിനെ കണ്ടുപിടിക്കാം. അതുതന്നെയാണ് കോയിസ്നത്തിന് അതുകൊണ്ട് ഈസിയായി മാറിയത്. എ നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ഇറ്റ്സെൽഫ്. സോ number that can be expressed as a product of number with itself is called square number, or we can simply say squares. Now you know the speciality of square numbers. Ini next endacha, so what are the numbers remain open ennu paranu kazhinja edakka number aayirikkum? Write the locker numbers that remain. So here we can write all our square numbers. So first one would be 1. Next 2 square 4, 3 square 9, 4 square 16, 5 square 25, 6 square 36, 7 square 49, 8 square 64, 9 square 81, 10 square 100. These numbers will remain open. അതുകൊണ്ട് കോയിസ്നത്തിന് അതിൻ്റെ ആൻസർ കിട്ടി. Now കോയിസ്നം ഇമ്മീഡിയറ്റ്ലി കളക്ട്സ് വേർഡ്സ് ക്ലൂസ് ഫ്രം ദീസ് 10 ലോക്കേഴ്സ്. അങ്ങനെ 10 ലോക്കേഴ്സ് ഉണ്ടായിരുന്നു. ഈ 10 ലോക്കേഴ്സിൽ നിന്ന് കോയിസ്നം വേഗം പാസ്കോഡ് എടുത്തു. ദ പാസ്കോഡ് കൺസിസ്റ്റ് ഓഫ്, ഇതായിരുന്നു പാസ്കോഡ്. ദ പാസ്കോഡ് കൺസിസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് 5 ലോക്കർ നമ്പേഴ്സ് ദാറ്റ് വർ ടച്ച്ഡ് എക്സാക്ട്ലി ട്വൈസ്. അപ്പോൾ പാസ്കോഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫസ്റ്റ് 5 ലോക്കർ നമ്പേഴ്സ് ആയിരിക്കും ദാറ്റ് വർ ടച്ച്ഡ് എക്സാക്ട്ലി ട്വൈസ്. 2 പ്രാവശ്യം മാത്രം തൊട്ടിട്ടുള്ള, 2 പ്രാവശ്യം മാത്രം ആൾക്കാർ വന്നിട്ടുള്ള ഏതെങ്കിലും ഫസ്റ്റ് 5 നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയായിരിക്കും അങ്ങനത്തെ നമ്പേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയായിരിക്കും ഫസ്റ്റ് 2 പേര് മാത്രം വരാൻ സാധ്യതയുള്ള നമ്പർ ഏതാ? ഇതും തന്നെ നമുക്ക് മനസ്സിലാക്കാം. 1 2 ആയിരിക്കും, 2 ആയിരിക്കും. ഇനി രണ്ടാമത്തെ 2 പേര് മാത്രം വന്നിട്ടുള്ള അടുത്തത് 3 അല്ലേ? 2 ഫാക്ടേഴ്സ് ഉള്ളത്. 2 ഫാക്ടേഴ്സ് അടുത്തുള്ളത് ഏതാ? 5. പിന്നെ ഏതാ? 7. പിന്നെ ഏതായിരിക്കും? പിന്നെ ഇതിലുണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് 11 നോക്കാം. 11 നോക്കുമ്പോഴും 1ഉം 11ഉം ആയിരിക്കും. അതായത് ഇതൊക്കെ എന്താ? ഈ ഒരു നമ്പർ, ഈ നമ്പേഴ്സ് നമ്മുടെ പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ കോയിസ്നത്തിനും അതും അറിയാം, പ്രൈം നമ്പേഴ്സിന് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് ആണെന്നും, അപ്പോൾ കോഡ് ഏതായിരിക്കും? ഫസ്റ്റ് 5 പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ഇത് തന്നെ അതിൻ്റെ കോഡ് 2 3 5 7 11 എന്നുള്ളതായിരിക്കും. അങ്ങനെ കോഡ് കണ്ടുപിടിച്ചിട്ട് കോയിസ്നം ആ ഇത് വിജയിച്ചോ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ number of unit in square, we can represent square numbers like this. This is a 1 square, right? This is അതൊരു 1 square ആണ്, അതായത് 1 യൂണിറ്റിൻ്റെ ഒരു സ്ക്വയർ ആണിത്. ഇതോ ഇത് 2 യൂണിറ്റിൻ്റെ ഒരു സ്ക്വയർ ആണ്. ഇത്രയും then 2 1 2. ഇനി ഇതോ ഇത് 3 യൂണിറ്റിൻ്റെ ഒരു സ്ക്വയർ ആണ്. ഇത് 4 യൂണിറ്റിൻ്റെ ഒരു സ്ക്വയർ ആണ്. അതായത് 4 യൂണിറ്റുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ ആണ്. ഇതിൻ്റെ അകത്ത് എത്ര സ്ക്വയേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഏരിയ ആയിരിക്കും, അതായിരിക്കും അതിൻ്റെ ഏരിയ. അപ്പോൾ എത്ര സ്ക്വയർ ഉണ്ട് ഇതിൻ്റെ അകത്ത്? 16 സ്ക്വയർ ഉണ്ട്. അതുകൊണ്ട് 16 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി 5 യൂണിറ്റുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ ആണ്. അപ്പോൾ 5 × 5 25 ആയിരിക്കും ഇതിൻ്റെ ഏരിയ യൂണിറ്റ്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഇൻ ജനറൽ എന്തായിരിക്കും? നമ്മൾ ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയറിൻ്റെ ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്ക്വയർ ലെങ്ത്ത് 3/5 ഉള്ള ഒരു യൂണിറ്റിൻ്റെ ഏരിയ എന്തായിരിക്കും? 3/5 മൾട്ടിപ്ലൈഡ് ബൈ 3/5. അതായിരിക്കും ആ 3/5 യൂണിറ്റുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 2.5 യൂണിറ്റുള്ള ഒരു സ്ക്വയറിൻ്റെ, ഇപ്പോൾ ഒരു സ്ക്വയറിൻ്റെ
ഇത് ലെങ്ത്ത് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് 2.5 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2.5 ഇൻറ്റു 2.5 സ്ക്വയർ. മറ്റൊരു ഇതെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിന് നമ്മൾ ഇതൊക്കെ ഡെസിമൽസ് ആണ്, അത് നാച്ചുറൽ നമ്പേഴ്സ് അല്ല. നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള 1 2 3 4 5 ഇങ്ങനത്തെ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാണ്. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുക. ഇനി നമുക്ക് ഇവിടെ ഒരു ടാസ്ക് ഉണ്ട്, നിങ്ങൾ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പാറ്റേൺസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ. നമുക്ക് നോക്കാം എന്തെങ്കിലും പാറ്റേൺസ് ഇവർ ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടേബിൾ നിങ്ങളുടെ ബുക്കിൽ നോക്കിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 81, 100. ഇനി 120, 11 സ്ക്വയർ ഇവിടെ തന്നിട്ടുണ്ട് 121, 12 സ്ക്വയർ 144, 13 സ്ക്വയർ 169, 196, 15 square 225, 16 square 250. So if you know the table, then it's fine. 17 square 289, 18 square 324, 19 square 361. 20 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ പഠിച്ചിരുന്നാൽ that is good for calculation. 20 square 400, 21 square 441 ഇവിടെ തന്നിട്ടുണ്ട്, 22 square 484. So you can complete other numbers by filling 23 square until 30. Have you seen any pattern here? എന്തെങ്കിലും പാറ്റേൺ നിങ്ങൾ നോട്ടീസ് ചെയ്തോ? ഇവിടെ നിങ്ങൾ സ്റ്റഡി ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടോ ഇതിനാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്വയേഴ്സ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ സ്ക്വയേഴ്സും എൻഡ് ചെയ്യുന്നത് അതിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആയിരിക്കാം, 1 ആയിരിക്കാം, 4 ആയിരിക്കാം, 5 ആയിരിക്കാം, 6 ആയിരിക്കാം, അല്ലെങ്കിൽ 9 ആയിരിക്കാം. ഈ ഒരു നമ്പേഴ്സിൽ 2 3 7 ഓർ 8 എൻഡ് ചെയ്യുന്ന ഒരു സ്ക്വയേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അവിടെ. അപ്പോൾ പക്ഷേ മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഇഫ് എ നമ്പർ എൻഡ്സ് ഇൻ 0 1 4 5 6 ഓർ 9 ഈസ് ഇറ്റ് ഓൾവേസ് എ സ്ക്വയർ? പക്ഷെ അത് അങ്ങനെ ആവണമെന്നില്ല. 16ഉം 36ഉം സ്ക്വയർ നമ്പേഴ്സാണ്, പക്ഷേ 26 എന്നുള്ള നമ്പർ സ്ക്വയർ നമ്പർ അല്ല. സോ യു കനോട്ട് സേ ദാറ്റ് numbers who are ending these numbers will make square. So പക്ഷേ സ്ക്വയർ നമ്പേഴ്സിൻ്റെ എൻഡിങ് ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ന് ഉറപ്പാണ്. പക്ഷേ എൻഡ് ചെയ്തു എന്നതുകൊണ്ട് അതൊരു നമ്പറിൻ്റെ സ്ക്വയർ ആവണമെന്നില്ല. അപ്പോൾ അതാണ് ഈ ഒരു പാരഗ്രാഫ് പറയണത്. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഈ 2ലോ 3ലോ 4ലോ 7ലോ 8ലോ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് സ്ക്വയർ നമ്പേഴ്സ് അല്ല എന്നുള്ളത് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇത് നോക്കാം. റൈറ്റ് 5 numbers such that you can determine by looking at their unit digits that they are not squares. നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമല്ലോ അല്ലേ? അപ്പോൾ ഈ 4 നമ്പേഴ്സിൽ എൻഡ് ചെയ്യുന്ന ഏത് നമ്പർ എഴുതിയാലും അത് നിങ്ങൾക്ക് സ്ക്വയർ അല്ലാതെ ആവും. അപ്പോൾ 12 is not a square. Now 3ൽ എൻഡ് ചെയ്യുന്ന ഏതെങ്കിലും നമ്പർ 33 is not a square. 7ൽ എൻഡ് ചെയ്യുന്ന നമ്പർ I will make it 17. Then 8ൽ end ചെയ്യുന്ന number that you can write 28. These are not square numbers. So here you need to write 5 numbers. So I am going to write one more number, 22. These are the numbers. Now what is the next? The squares, 1 square, 9 square, 11 square, 19 square, 21 square and 29 square all have 1 in their unit place, right? Write the next 2 squares. Notice that if a number has 1 or 9 in the unit place, then its square ends in 1. So after 29, what would be the next number? Which is 31, right? And after 31, 31 square, then 39 square. So both, what is 39 square? You can find out what would be the 31 square. 961, that is ending 1. At unit place 1 is the number. 1521, that is again ending 1.
So all these numbers, squares of these numbers are ending or unit place is 1. Now let us consider square numbers ending in 6. 16. 16 ആരുടെ സ്ക്വയർ ആണ്? 4ൻ്റെ സ്ക്വയർ. 36 6ൻ്റെ സ്ക്വയർ. 196 14ൻ്റെ സ്ക്വയർ. 16ൻ്റെ സ്ക്വയർ 256. 24ൻ്റെ സ്ക്വയർ 576. 26ൻ്റെ 676. ഈ നമ്പേഴ്സൊക്കെ എൻഡ് ചെയ്യണത് 6ലാണ്. അപ്പോൾ അത് ആരുടെയൊക്കെ സ്ക്വയർ? ഒന്നെങ്കിൽ 4 ആയിരിക്കാം, അല്ലെങ്കിൽ 6ൻ്റെ സ്ക്വയർ ആയിരിക്കാം, അല്ലെങ്കിൽ 4 എൻഡ് ചെയ്യണ നമ്പേഴ്സിൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ 6 എൻഡ് ചെയ്യണ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സൊക്കെ 6ലാണ് എൻഡ്, സ്ക്വയേഴ്സും 6ലായിരിക്കും. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഹാവ് ദ ഡിജിറ്റ് 6 ഇൻ ദ യൂണിറ്റ് പ്ലേസ്? ഇതിൽ താഴെ കൊടുക്കുന്ന ഏതൊക്കെ നമ്പേഴ്സിൻ്റെ ആയിരിക്കാം ഡിജിറ്റ് പ്ലേസ് 6 ആവുന്നത്? അപ്പോൾ 4ഉം 6ഉം എൻഡ് ചെയ്യണ നമ്പേഴ്സ്. ഒന്ന് 34 സ്ക്വയർ, ഒബ്വിയസ്ലി 34 സ്ക്വയർ എൻഡ് ചെയ്യണത് 6ലായിരിക്കും. 46 സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 56 സ്ക്വയർ എൻഡ് ചെയ്യണത് 6ലായിരിക്കും. 74 സ്ക്വയറും എൻഡ് ചെയ്യുന്നത് 38 അല്ല, 82 അല്ല. Find more such patterns by observing the numbers and their squares from the table you filled earlier. You can also ഇനി ഏതെങ്കിലും പാറ്റേൺ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. സോ 1ൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു. 1ഉം 9ഉം എൻഡ് ചെയ്യുന്നത് 1ലാണെന്നുള്ളത്, 4ഉം 6ഉം എൻഡ് ചെയ്യുന്നത് 6ലാണെന്ന് കണ്ടുപിടിച്ചു. അതുപോലത്തെ സിമിലർ പാറ്റേൺ യു ക്യാൻ ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ഔട്ട്. ദാറ്റ് ഈസ് യുവർ ടാസ്ക്. Now here we are going to discuss another pattern. So here you can see 10 square. 10ന് എത്ര 0 ഉണ്ട്? 1 0. 20ക്ക് 1 0. 40ക്ക് 1 0. So all here numbers we have 1 0. So what about its answers? സ്ക്വയർ ആൻസർ കഴിഞ്ഞാൽ 10 എന്നുള്ളത് ഇവിടെ 1 0 ഉള്ളത് 2 0 ആയി. 20ക്ക് 1 0 എന്നുള്ളത് 2 0 ആയി. 40ക്ക് 2 0 ആയി. So ഇതിൻ്റെയൊക്കെ സ്ക്വയർ നമ്പേഴ്സിന് we have 2 zeros. Now what about here? We have 2 zeros. 2 zeros ഉള്ള നമ്പറിൻ്റെ സ്ക്വയർസോ 100 സ്ക്വയർസ്. 100 സ്ക്വയർ അത് 4 0 ആയിട്ട് മാറി. ഇവിടെയും 200 സ്ക്വയർ എന്നുള്ളത് 4ഉം പിന്നെ 4 0 ആയിട്ട് മാറി. 700 ഇവിടെ ഒരു 0 കൂടി ഉണ്ട്, ആക്ച്വലി പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ്. 900 0 ഇവിടെ ഒരു 0 കൂടി ഉണ്ട്. 2 0 അത് 4 0 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ സ്ക്വയർ നമ്പേഴ്സിനെല്ലാം സീറോസ് ഡബിളായി മാറി. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 zeros കൺസിഡർ ചെയ്ത്, അപ്പോൾ ഇനി നിങ്ങളുടെ ടാസ്ക് 3 zeros കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? 1000 സ്ക്വയർ എത്രയായിരിക്കും? അപ്പോൾ 3 0 എന്നുള്ളത് വീണ്ടും ഡബിൾ ചെയ്തുകൊണ്ട് എത്രയായി മാറും? 6 0 ആയി മാറും. 6 സെയിം 2000, 7000, 5000. What do you notice about the number of zeros at the end of a number and the number of zeros at the end of its square? നമ്പറിൻ്റെ 0 പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ക്വയർ നമ്പേഴ്സിൻ്റെ അതിൻ്റെ സ്ക്വയറിൻ്റെ നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായോ? Will this always happen? Can we say that square can only have an even number of zeros at the end? അപ്പോൾ ഇതിന് എപ്പോഴും ഈവൻ നമ്പർ സീറോസ് ആവുള്ളൂ എന്ന്, സ്ക്വയേഴ്സിന് എപ്പോഴും ഈവൻ നമ്പർ സ്ക്വയർ, കാരണം വി ആർ മൾട്ടിപ്ലൈങ് വിത്ത് 2 അല്ലേ? ഇതിൻ്റെ 2 ടൈംസ് ആണ് ഇവിടെ എത്ര സീറോസ് ഉണ്ട് അതിൻ്റെ 2 ടൈംസ് ആണ് ഇവിടെ ആവണത്. അപ്പോൾ ആ സീറോസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഓൾവേസ് ഈവൻ നമ്പർ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഈവൻ നമ്പർ അറ്റ് ദ എൻഡ്. Now what is the next question? What can you say about parity of a number? What do you mean by parity of this number? Parity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ parity refers to the property of an integer being either even or odd. ഈവൻ ആണോ ഓഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ഈ പാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഡിവിസിബിൾ ബൈ 2 ആണോ? ഇപ്പോൾ ഈവൻ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 2 ആണ്. ഓഡ് ആണെങ്കിൽ യു കാൺ ഡിവൈസ് കംപ്ലീറ്റ്ലി ബൈ 2. സോ ദാറ്റ് ഈസ് നോൺ ആസ് പാരിറ്റി ഓഫ് എ നമ്പർ. അപ്പോൾ ഈ സ്ക്വയർ നമ്പേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പാരിറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ നമുക്ക് നോക്കാം. ലെറ്റ് us check this. അപ്പോൾ 1 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അപ്പോൾ 1ൻ്റെ സ്ക്വയറും എന്താണ്? ഓഡ് നമ്പർ തന്നെയാണ്. 2 എന്ന് പറയുന്നത് ഈവൻ ആണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയറും ഈവൻ ആണ്.
3 എന്ന് പറയുന്നത് ഓഡാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറും എന്താണ്? ഓഡാണ്. 4 എന്ന് പറയുന്നത് ഈവനാണ്, അതിൻ്റെ സ്ക്വയറും ഈവനാണ്. 5 ഓഡാണ്, അതിൻ്റെ സ്ക്വയർ എന്താണ്? ഓഡാണ്. 6 ഈവനാണ്, സ്ക്വയർ ഈവനാണ്. 7 ഓഡാണ്, അതിൻ്റെ സ്ക്വയറും ഓഡാണ്. അപ്പോൾ നമുക്ക് ഏകദേശം പറയാം ഇതിൻ്റെ സ്ക്വയർസും എന്തായിരിക്കും? ഈവൺ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ഈവൺ ആയിരിക്കും, ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ഓഡായിരിക്കും. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്സ് പാരിറ്റി.